എന്റെ ആദ്യ രാത്രിയിലെ രസകരമായ ഒരു അനുഭവം പറയാം. നമ്മുടെ മുഖിയായി മണിയറയിലേക്ക് കടന്നു വരുന്ന ഭാര്യയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ ചോദിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. കല്യാണം വരെ ഇത്രയും കാശ് വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പാല് പാലിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ടീ പാർട്ടിക്ക് 10 ലിറ്റർ പാല് മതി എന്ന് പറഞ്ഞാ 20 ലിറ്റർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പഴം വിളമ്പേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഇതിലെയും വടയും ലഡുവും മാത്രം പോരായിരുന്നു. ഇതൊക്കെ കാശ് കൊടുക്കുന്ന ഞാനാണേ. ചേച്ചി നീലും കഴിച്ചോടാ? പാർട്ടിയുടെ പലഹാരമൊക്കെ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഇനി ചോറ് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചോളാം. മോളെ, പന്തലുകാർക്ക് കാശ് കൊടുത്തില്ല. ഇനി എല്ലാം നാളെ അമ്മ പോയി കിടന്നു. എന്തിനാടാ എഴുതിക്കുന്നത്? ഈ അവിഞ്ഞ മൂത്ത് നോക്കി വേറെ എന്തോ ചെയ്യാൻ. പോട്ടെ ചേച്ചി, എനിക്ക് വിശക്കുമ്പോ ഞാൻ ചേച്ചിയെ വിളിക്കും. ചേച്ചി വന്ന് വിളമ്പി തന്നാലേ ഞാൻ ഉണ്ണു. ശരിയടാ. ഉരുട്ടി തരേണ്ട പ്രായം. എന്തായാലും നോക്കി പേടിപ്പിക്കുന്നേ? ഒന്നുമില്ല. വാമേ നോക്കുവോ? നീയും അമ്മയും കൂടി ഈ കഴുതെ ലാളിച്ച് വഷളാക്കി. ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനായി. ശുദ്ധ എമ്പോക്കി. അങ്ങനൊന്നും പറയല്ലേ. മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തി ഉണ്ടായ പൊന്നു മോനാവൻ. അതാ അവന്റെ വാ ഉരുളി പോലെ ഇരിക്കുന്നത്. ഒരിക്കലും അടയില്ല. ഗോവിന്ദ, എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. നീ എന്റെ മുറപ്പെണ്ണാണ്, കളിക്കൂട്ടുകാരിയാണ്, സമ്മതിച്ചു. പക്ഷെ ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഒരു അപേക്ഷയുണ്ട്. എന്നെ പേര് വിളിക്കരുത്. ഗോവിന്ദേട്ടാന്നോ, ഗോവിയേട്ടാന്നോ, ഗോയേട്ടാന്നോ, അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. എടുത്ത നമ്മുടെ ആദ്യ രാത്രി. അയ്യോ, ഇതെന്താ ഇന്നത്തോളം ആകാശം പിടിച്ച് തലയിലോട്ട് വീഴുവോ? ഇനി ഒരുപാട് രാത്രികൾ വരും. അയ്യോ, എന്റെ അമ്മ ഹോർലിക്സ് കുടിച്ച് കാണത്തില്ല. ഈ അച്ചി വീട്ടി ആദ്യ രാത്രി ഉറങ്ങാമെന്ന് എന്നെ വേണം തല്ല. ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം